കർത്താവിൽ പ്രിയരെ, എല്ലാവർക്കും സ്നേഹവന്ദനം. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറിയുടെ 69ാമത് വാർഷിക സമ്മേളന സ്തോത്ര ശുശ്രൂഷയും സപ്തതി ജൂബിലിയുടെ ഉദ്ഘാടനവും മാവേലിക്കര മാർത്തമ്മ ഓഡിറ്റോറിയത്തിൽ വെച്ച് 2025 ജൂലൈ മാസം 12-ാം തീയതി നടത്തുവാനിടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രസ്തുത സമ്മേളനം വളരെ അനുഗ്രഹപ്രദമായ വിധത്തിൽ ക്രമീകരിച്ച മാവേലിക്കര ബ്രാഞ്ചിനെ വിശേഷാൽ അഭിനന്ദിക്കുന്നു. 2024-2025 സാമ്പത്തിക വർഷത്തിൽ കേരള ഓക്സിലറിക്ക് നിശ്ചയിച്ച വിഹിതത്തിലും അധികം ധനസമാഹരണം ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയാലും അശ്രാന്ത പരിശ്രമത്താലും നടത്തുവാനും പ്രസ്തുത തുക കേന്ദ്ര ഓഫീസിൽ അടയ്ക്കുവാനും സാധിച്ചു. അനേകം വെല്ലുവിളികളുടെ മധ്യത്തിലും തിരുവചന വിതരണത്തിലും വിഭവ സമാഹരണത്തിലും മികച്ച പ്രവർത്തനം സാധ്യമായതിൽ എല്ലാവരോടുമുള്ള കടപ്പാടും നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു. കൂടാതെ എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമായ നേതൃത്വം നൽകുന്ന ഓക്സിലറി സെക്രട്ടറി റെവറൻഡ് ജേക്കബ് ആൻ്റണി കൂടത്തിങ്കൽ അച്ഛനെയും ഓക്സിലറി ട്രഷറർ ഡോക്ടർ സാബു ടി തോമസിനെയും മറ്റ് ഭാരവാഹികളെയും കമ്മിറ്റി അംഗങ്ങളെയും ഓക്സിലറി സ്റ്റാഫ് അംഗങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. കേരള ഓക്സിലറിയുടെ സപ്തതി ആഘോഷത്തിൻ്റെ ഭാഗമായുള്ള 10 കർമ്മ പദ്ധതികൾ 69ാമത് വാർഷിക സമ്മേളനത്തിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു. ജൂബിലി ആഘോഷങ്ങൾ ദൈവനാമഹത്വത്തിനായി തീരുവാൻ ഏവരുടെയും പ്രാർത്ഥനാപൂർവമായ സഹകരണം നൽകണം. ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനം ഫലസമൃദ്ധമാകുന്നത് തിരുവചനം വിവർത്തനം ചെയ്യുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നതിൽ കൂടി മാത്രമല്ല, വചനം മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്വാധീനമുള്ളതായി തീരുന്നതിലും കൂടിയാണ്. പഴയ നിയമ കഥാപാത്രമായ യോശുവയുടെ ജീവിത അനുഭവത്തിലൂടെ ഈ സത്യം ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സൈനിക വിജയവും സാമ്പത്തിക നേട്ടവും മാത്രമല്ല, ഏതൊരു ജനതയുടെയും സുസ്ഥിരമായ നിലനിൽപ്പിന് ആധാരം വചനാധിഷ്ഠിത ജീവിതവും ആന്തരിക വിശുദ്ധിയുമാണ്. ന്യായപ്രമാണം നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുതെന്നും അത് പ്രമാണിച്ച് നടക്കണമെന്നും അതിൽ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കണമെന്നും ദൈവം യോശുവയോട് പറയുമ്പോൾ, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അനുദിന സംഭാഷണങ്ങളിലും പൊതുവായനയിലും ചിന്തയിലും തീരുമാനങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വചനം ഉൾപ്പെടേണ്ട ആവശ്യകതയെ സൂചിപ്പിക്കുന്നു. ശീഘ്രഗതിയിൽ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. പല കാരണങ്ങളാൽ ദൈവവചനത്തെ ദുർബലമായി കാണുന്ന സാഹചര്യങ്ങൾ വർദ്ധിക്കുന്നു. ഒരു മടങ്ങിവരവ് നമുക്ക് ആവശ്യമാണ്. ദൈവവചനം നൽകുന്ന തിരിച്ചറിവിൻ്റെ വരമുള്ളവരായി ജീവിക്കുക എന്നതാണ് പ്രധാനം. യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിച്ച പരീക്ഷകളെ അതിജീവിച്ചത് വചന ബലത്താലാണ്. ദൈവവചനം രാവും പകലും ധ്യാനിച്ച യോശുവ ധൈര്യത്തോടും ജ്ഞാനത്തോടും ഇസ്രായേൽ ജനത്തെ നയിച്ചു. ദൈവിക വാഗ്ദത്തങ്ങളെ ഒരു ജനത കൈവശമാക്കി. പ്രതിസന്ധികളിൽ പട്ടുപോകാതെ പ്രശ്നങ്ങളെ പദ്ധതികളാക്കി മുന്നേറുവാൻ അവർക്ക് സാധിച്ചു. ഈ കാലഘട്ടത്തിലും നമുക്കും നമ്മിലൂടെയും വചനത്തിൻ്റെ രൂപാന്തര ശക്തി ലോകം അനുഭവിച്ച് അറിയണം. വചനാധിഷ്ഠിത ജീവിതത്തിൽ അഭിമാനം കൊള്ളുന്ന ഒരു തലമുറയാണ് കാലഘട്ടത്തിലെ ആവശ്യം. വചനം വായിക്കുന്നതിനും പങ്കിടുന്നതിനും വചനാനുസൃതം ജീവിക്കുന്നതിനുമുള്ള പ്രേരണ നൽകുകയാണ് ബൈബിൾ സൊസൈറ്റിയുടെ ലക്ഷ്യം. അതിനായി ദൈവം നമ്മെയെല്ലാം ശക്തീകരിക്കട്ടെ.